ശരീരസ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ ശിഷ്യന്മാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. എന്താണ് ആ മുന്നറിയിപ്പ്? ഈശോ പറയുകയാണ്, ഞാനിപ്പോ പിതാവിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഞാൻ പോയി കഴിയുമ്പോൾ ഒരു സഹായകനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. പക്ഷെ ആ സമയത്ത് നിങ്ങൾ വലിയ പീഡനങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും എന്ന് പറയുകയാണ്. നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങുമ്പോൾ നിയമപരമായ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി പറയാറുണ്ട്, അല്ലെ? അതായത് ഏതെങ്കിലും സാഹചര്യത്തില് നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കാനായിട്ട് ഇടവരുന്നുണ്ടെങ്കിൽ അത് ആ കമ്പനി നേരത്തെ കൂട്ടി നിങ്ങളോട് പറയും. ഇത് ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഇത് പൊട്ടിത്തെറിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വാർണിങ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ സുവിശേഷത്തില് ഈശോ ഒരു മുന്നറിയിപ്പ് ഇവർക്ക് നൽകുകയാണ്. നിങ്ങള് ക്രിസ്തു നാമത്തെ പ്രതി നിങ്ങൾക്ക് ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ഈശോ പറയുകയാണ്, ഞാനിപ്പോ പിതാവിന്റെ അടുത്തേക്ക് പോവുകയാണ്, അവിടുന്ന് ഒരു സഹായകനെ നിങ്ങൾക്ക് തരും, അല്ലെ? അതായത് ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ ഈ പീഡനങ്ങളെ കുറിച്ചൊക്കെ ശിഷ്യന്മാരോട് പറയുന്നത് ചുമ്മാ ഇവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഈശോ പറയുകയാണ്, പീഡനങ്ങളൊക്കെ ഉണ്ടാകും, സഹനങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് സഹായകനായിട്ട് ഒരാള്, ഒരു ഡിവൈൻ അസിസ്റ്റൻസ് നിങ്ങൾക്ക് ഉണ്ടാകും, അല്ലെ? ദൈവികമായിട്ടുള്ള ഒരു സഹായം നിങ്ങൾക്ക് എന്നും ഉണ്ടാകും എന്ന് പറയുകയാണ്. നമ്മളവരെ ഈ വചനഭാഗവും നമ്മുടെ ജീവിതവും തമ്മിലുള്ള ഒരു കണക്ഷൻ എങ്ങനെയാണ്? നമ്മുടെ ജീവിതത്തിലും ദൈവം അനുവദിക്കുന്ന ചില സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ ഒരു സഹായം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് ഈശോ ഉറപ്പ് നൽകുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ഈ ദൈവിക സഹായത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിതത്തിലെ സഹനങ്ങളെ ഏറ്റെടുക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്